കഴിഞ്ഞ ദിവസമാണ് ജസ്ന സലീമുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാർത്ത വന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും മാനിക്കാതെ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നുകൊണ്ട് ചില വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് അവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും ആ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ ഒരു കേസിന് ശേഷം ജസ്ന സലീം എവിടെയാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമല്ല. പക്ഷേ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴൊരു ഓഡിയോ സന്ദേശം, ഒരു ഫോൺ സംഭാഷണമാണ് അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രവാസിയായ ഒരു സഹോദരൻ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മഹലിലേക്ക്, അവിടെയുള്ളൊരു മഹല്ല് ഭാരവാഹിയെ ഫോൺ വിളിക്കുകയാണ്. ആ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന സലീം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആ മഹല്ല് കമ്മിറ്റിക്കാർക്കോ അവിടെയുള്ള നാട്ടുകാർക്കോ ഒന്നും പോലും അറിയില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെന്ന് പറയുന്നത് ഒരു ദുരൂഹതയായി മാറി നിൽക്കുകയാണ്. എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഫൈസൽ സാഹിബ് അല്ലേ? കുറുങ്ങാട് സെൻട്രൽ ജമാഅത്തിന്റെ സെക്രട്ടറി. എന്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങളുടെ ജമാഅത്തില് ഒരംഗം ഉണ്ടല്ലോ, സലീം എന്ന് പറഞ്ഞിട്ട് ഒരാള്. അപ്പോ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇപ്പൊ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ടുണ്ട്. അവര് കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപമുണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ നിരീക്ഷണത്തോടു കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ കുറെ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേള അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും അള്ളാഹുലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അപ്പോ ഒരു മഹൽ എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അത് അവര് രജിസ്റ്റർ ചെയ്തത് ഞാളെ മഹലിലല്ല, അവർ രജിസ്റ്റർ ചെയ്തത് കുറുവങ്ങാട് മഹലിൽ. നമ്മളെ മഹലിൽ അവർ രജിസ്ട്രേഷനോ കാര്യങ്ങളോ നമ്മളെ മഹലായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ കുട്ടികൾ കുറച്ച് നമ്മളെ മദർസ് പഠിച്ചെന്നല്ലാതെ നമ്മളായിട്ട് വേറെ യാതൊരു ഇത് ബന്ധമില്ല. അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായുള്ള ഖബർസ്ഥാനുള്ള മഹലിൽ തന്നെയല്ലേ ഇവരങ്ങാട്ടുള്ളത്? അതെ അതെ, അവരങ്ങായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കുക എന്നുള്ളത്. അതുപോലെ എല്ലാവരും അറിയുന്ന കാര്യമാണ്. അവരൊക്കെ അതിന്റെ സെക്രട്ടറി ഒക്കെ അതിന്റെ ഏരിയ തന്നെ താമസിക്കുന്നത്. അത് ശരി. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുത്തതായിട്ടോ, ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാഅത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല? ഇല്ല, അവരതിനാണ് കാത്തിക്കുന്നത്. എങ്ങനെ? അവളതിനാണ് കാത്തിക്കുന്നത്. അതായത് ഇങ്ങനെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കളികളെല്ലാം കളിക്കുന്നത്. അത് ശരി. അപ്പൊ എന്നാ പിന്നെ മഹലിനെ അവരെ ഒഴിവാക്കാമല്ലോ. അപ്പോ അവിടെ ഇവര് കുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ വരെയായിട്ട് ബിസിലാനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവളൊരു ഇസ്ലാമിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് മദ്രസയിൽ വന്നത്. അപ്പൊ ഉസ്താദ് പറഞ്ഞ് ഇത് വിട്ട് ഇവിടെ വരാൻ പറ്റില്ല, പുറത്തിറങ്ങണം. അതിന് അവര് കുട്ടീന്റെ TC വാങ്ങി അവർ പോയി. എന്നിട്ടാണ് അവർ പറഞ്ഞത് എന്റെ കുഞ്ഞുങ്ങളെ മദ്രസന്ന് പുറത്താക്കിന്ന് പറഞ്ഞിട്ട് ഇവര് ഇത് മെസ്സേജ് അയച്ചു. എന്നിട്ട് നേരെ അപ്പുറത്തെ മദ്രസയിൽ പോയിട്ട് ഇവര് ചേർക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അവർ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പുസ്തകനോട് പറഞ്ഞു ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. പുസ്തകം തന്നെ നിങ്ങള് ആരെ വേണേലും വരച്ചു, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാല് മദർസിൽ കുട്ടികളെ പറഞ്ഞേക്കുന്നുണ്ട്, കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞേക്കാനും കൃത്യമായിട്ട് ഇവിടുന്ന് പഠിപ്പിക്കാനും കഴിവുണ്ട്. കയ്യെങ്കിൽ നിങ്ങൾ പറഞ്ഞേച്ചുണ്ടാകും ന്യായം. അപ്പൊ മൂപ്പര് നേരെ കുട്ടീനെയും കൊണ്ടങ്ങ് പോയി. മദർസിൽ ആടെയും ചേർത്തില്ല. എന്തെങ്കിലും ഒന്ന് നമ്മളിട്ട കൈമൊന്ന് കിട്ടണം. ഈ സ്ത്രീയാണോ അതോ? അതെ, സ്ത്രീയാണ്. സലീം ഇവിടെ നാട്ടിലില്ലല്ലോ. ഈ സലീമിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഈ സലീമിനെ കണ്ടിട്ട് പോലും ഇല്ലേ? സലീമിനെ പണ്ട് കുറെ മുന്നേ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് സലീം ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഗൾഫിൽ തന്നെ. അപ്പൊ അയാൾ നാട്ടിലേക്ക് വരുന്നില്ല? വരുത്ത് കുറവാ. എന്തോ ഒരു കേസാ ഒരിക്കൽ അന്വേഷിച്ചു എന്തോ ഇവരെന്തോ ഒരു കേസ്, ഒരു അനാവശ്യ കേസ് കൊടുത്തിട്ട് സലീം അതിൽ സാക്ഷി ചെയ്യുന്നല്ലേ.
ഞാൻ പുറമേ നിറഞ്ഞതാണ്. അതിന്റെ സത്യാവസ്ഥ കറക്റ്റ് അറിയില്ല. അപ്പോ അതില് ആ കേസ് ഇവർക്കെതിരെ വിധി വന്നിട്ട് സലീമിനെതിരെ എന്തോ വാറണ്ട് എന്തുണ്ടെന്നുള്ള ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്ത് കേസാണത്? ഇതേ വിഷയം തന്നെയാണോ? അത് നമ്മളെ ആൾക്കാരായിട്ടല്ല. അപ്പൊ മറ്റുള്ള ആൾക്കാർ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ചോദിക്കാൻ പോയപ്പോ അവര് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തെന്നാ കേട്ടെ. ഇവരിങ്ങനെ നിരന്തരം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആണുങ്ങൾക്കെതിരെ വരെ ഇവരിങ്ങനെ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോക്സോ കേസൊക്കെ കൊടുത്തതായിട്ട് അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് മനസ്സിലാവുന്നത്. അവരുടെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ അമ്പലത്തിലൊരു പരിപാടിക്ക് ഞങ്ങള് പോയപ്പോ അത് എല്ലാ വർഷവും ഞങ്ങൾ പോകുന്ന കമ്മിറ്റിക്കാരും എല്ലാവരും അവർ ക്ഷണിക്കും. നമ്മളെ പള്ളീന്റെ തൊട്ടടുത്തുള്ള കണ്ടില്ല. അപ്പൊ നമ്മള് സ്ഥിരം എല്ലാ വർഷവും ഒരു ദിവസം അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാണ്. അത് ഞങ്ങൾ പോയെന്ന് ഇവിടെ വീഡിയോ വെച്ചിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മളെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ അറിയുന്നത് കൊണ്ട് നമ്മളെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അത് ശരി. അപ്പൊ ഇവളൊരു പൊതുശല്യമാണ്. ഈ സലീമിനെയും ജസ്റ്റിനെയും ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ശരി. അപ്പോ അവർക്കറിയാം ഇവള് പറയുന്നത് കള്ളത്തിലാണെന്നുള്ള അറിയുന്നത് കൊണ്ടാണ് നമ്മളെ നാട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നമില്ല. നിങ്ങള് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഈ പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയതും അതിന്റെ വീഡിയോ വെച്ച് ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു ശ്രമം ഇവള് നടത്തി. അത് ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഹിന്ദു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഇവളെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. നാടുമായിട്ട് ഒരു ബന്ധമില്ല. അത് ശരി. നാട്ടിലുള്ള ആരുമായിട്ട് ഒരു സംസാരിക്കുക, നാട്ടിലുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല. അത് ശരി. ഇവിടെ ഉണ്ടെന്നറിയാം. ഞാനിപ്പോ കുറെ വർഷങ്ങളായി ആളെ കാണാതെ. അത് ശരി. അപ്പൊ ഈ സലീമുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മഹല്ല് കമ്മിറ്റിയോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ ഇത്തരം ഈ പോക്കും ഈ ദീനി വിരുദ്ധമായ ജീവിതത്തിനെതിരെയൊക്കെ അയാളെ ബോധവൽക്കരിക്കാനോ അയാളെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കണമെങ്കിൽ അയാളെ നമ്പർ കിട്ടണോ, അല്ലെങ്കിൽ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയണല്ലേ അയാൾ നാട്ടിൽ വരണോ? അയാൾ ദുബായിൽ എവിടെയാണെന്ന് വല്ലതും ഫൈസൽ സാഹിബിന് അറിയാവോ? എന്തെങ്കിലും ധാരണയുണ്ടോ? നമുക്ക് ആർക്കും നാട്ടിൽ, അതായത് ഈ സലീമിനും നാട്ടിൽ ആരുമായിട്ടൊരു ബന്ധമില്ല. അത് ശരി. ഒരു നാട്ടുകാരനാണ്, പക്ഷെ ഈ നാട്ടിലുള്ള ആരുമായിട്ടും ഒരു ബന്ധമില്ല. കാരണം ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് ആർക്കും അവനെ പറ്റിയ ഒരു വിവരമില്ല. മൊത്തത്തിലൊരു ദുരൂഹതയാണ്. ദുരൂഹതാണ്. അവനെ കോണ്ടാക്ട് ചെയ്യാനോ പറയാനോ ആർക്കും നമ്പറുമില്ല. അവരെ ഇനി ജമാഅത്തിന്ന് പുറത്താക്കണമെങ്കിൽ പോലും അവരെ ഒന്ന് കണ്ടു കിട്ടണം. അതിനും കിട്ടുന്നില്ല. കണ്ടിട്ടണം. അതെ, കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ നിസ്സഹായരാണ്. പിന്നെ തന്നെ ഇവര് പള്ളിയായിട്ട് ഒരു ബന്ധം ഇല്ലാത്തതിനെ കൊണ്ട് ആരും ആ വൈകിട്ട് പോകൂല. അവരെങ്ങനെയാന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയാണ്. ഒരു റമദാൻ പിരിവോ ഒരു വരസംഖ്യ അങ്ങനത്തെ ഒന്നും ഇല്ലെന്നാണ്. അത് ശരി. അവരവിടെ താമസിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിളിച്ചത് നിങ്ങൾ ഇത്രയും വലിയ രൂക്ഷമായ ഒരു പ്രശ്നങ്ങളൊക്കെ നിരന്തരം ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോ ഈ മഹല്ലുകാരും എന്താണ് ഈ വിഷയത്തിലൊന്നും അനങ്ങാത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡൗട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ പുറത്താണ്. നാട്ടിൽ കുറച്ച് പാർട്ടിക്കാരായിട്ട് എന്തൊക്കെ ഇതുണ്ടോ എന്നുള്ള അറിയില്ല. അവർക്ക് ആത്മഹത്യാ ശ്രമം നടന്ന സമയത്ത് കുറെ ആൾക്കാരാണ് കണ്ടിരുന്നു. ഏത് പാർട്ടിക്കാര്? BJP-ക്കാരോ? BJP-ക്കാരായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്നുള്ള അറിയില്ല. പാർട്ടി തന്നെയല്ലോ. അതെ. അപ്പോ ആ സമയത്തോളം ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് കുറച്ച് ആൾക്കാരാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീവ്ര ഹിന്ദുത്വവാദികളുടെ സപ്പോർട്ടിലായിരുന്നു അവൾ ഇത്രയും നാളും പൂണ്ട് വിളയാടിയത്. ഇപ്പൊ അവരിൽ തന്നെ ഒരു വിഭാഗമാണ് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ഇപ്പം ഒരുവിധ ആൾക്കാരൊക്കെ എതിരാണ്. അല്ലെ, ഇവരുടെ വാപ്പായോ അല്ലെങ്കിൽ സലീമിന്റെ വാപ്പായോ അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു? അവൾ ഈ നാട്ടുകാരത്തിയല്ല. അവള് നരിക്കുനിയോ ആ ഭാഗത്തോടുവാണ്. അല്ല, അപ്പൊ ഈ സലീമിന് വേറെ ആരുമില്ലേ? സലീമിന് വാപ്പ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അങ്ങനെ മൂത്താപ്പ അങ്ങനെ ആരുമില്ല? സലീമിന് എനിക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. പക്ഷെ ഒരാരും ഇവിടെ ഇല്ല. വീട്ടിൽ ഓല രണ്ടാളും മാത്രമേ ഉള്ളൂ. അല്ല, ഞാന് മറ്റൊന്നുകൊണ്ട് പറയല്ല, നിങ്ങള് അവിടെ വീട് വെച്ചതാണ്. ഇവിടെ വീട് വെച്ചതാണ്. പുതിയ വീടാണ്. കുറച്ചു കാലമൊക്കെ ഉള്ളവർ ഇവിടെ വീട് വെച്ചിട്ട്.
അല്ല എന്നാലും നിങ്ങൾക്ക് ഫൈസൽ സാഹിബിനൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ, ഇയാളുടെ പേരെന്താണെന്നോ എവിടാണെന്നോ ഒക്കെ അന്വേഷിച്ചിട്ട് ഇതിന്റെ ഗൗരവങ്ങൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നമുക്ക് ആരെയും മോശപ്പെടുത്താനല്ല, അതെ നമ്മുടെ ബാധ്യതയാണല്ലോ. പിന്നെ അങ്ങനെ ആവട്ടെ. ഓക്കെ, കേട്ടില്ലേ? ഇതാണ് ആ ഫോൺ സംഭാഷണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സലീം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാർക്കൊന്നും തന്നെ അറിയില്ല. ഈ സലീം എന്ന് പറയുന്ന വ്യക്തി പ്രവാസിയാണ്, പക്ഷെ പ്രവാസ ലോകത്ത് എവിടെയാണ് എന്നുള്ളത് പോലും വ്യക്തമല്ല. ആർക്കും ഈ മനുഷ്യനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല എന്നുള്ളതാണ്. ഈ ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റ് പുരുഷന്മാരുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ പോലും സലീം എന്ന് പറയുന്ന ഭർത്താവെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ചിത്രങ്ങൾ ഒന്നും തന്നെ കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. അത് തന്നെ ഒരു അടിമുടി ദുരൂഹതയായി മാറുകയാണ്. അവസാനം മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹി പറയുന്നുണ്ട്, ഞാൻ കൂടുതലൊന്ന് അന്വേഷിക്കട്ടെ എന്ന്. അതെ, കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇവിടെ എല്ലാവരും സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നാടാണ്. ക്രൈസ്തവരും മുസ്ലിമീങ്ങളും ഹൈന്ദവരും എല്ലാവരും സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഈ ഒരു മണ്ണിൽ വർഗീയതയും വിദ്വേഷവും കലാപവും ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിനെല്ലാം ഒറ്റക്കെട്ടാൻ നാം എല്ലാവരും ചേർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. പണ്ടുകാലങ്ങളിൽ എങ്ങനെയാണോ നമ്മുടെ സഹോദരങ്ങൾ സാഹോദര്യത്തോടുകൂടി ജീവിച്ചത്, ആ സാഹോദര്യവും സ്നേഹവും നമ്മുടെ നാട്ടിൽ എപ്പോഴും നിലനിൽക്കേണ്ടതുണ്ട്.